നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് കറണ്ട് ഫീലിംഗ് എടുക്കുന്നുള്ളൂ. ഞാൻ വേറെ ഒന്ന് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കാം നമുക്ക്. ആൻഡ് ഇന്ന് 2 പൈൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി. ഓക്കെ, ചൂസ് ചെയ്തോളൂ. ഓക്കെ, പൈൽ 1 എൻ്റെ നോർമൽ ക്ലിയർ കോർഡ്സ് ലൂട്ടസ് ആണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പൈൽ ഇതൊരു പിരമിഡ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. ബ്ലാക്ക് പിരമിഡ്, ബ്ലാക്ക് ആൻഡ് ഗോൾഡ് പിരമിഡ് ആണ്. ഓക്കെ, പൈൽ 1, പൈൽ 2. ഓക്കെ, ചൂസ് ചെയ്തോളൂ. നമുക്ക് പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആൻഡ് അവരുടെ നിങ്ങളുടെ സിറ്റുവേഷനിലെ മെസ്സേജസ് ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. കുറേ ആയിട്ട് ഞാൻ ചാനൽ മെസ്സേജ് എടുത്തിട്ടില്ല. ഒരു മനസ്സ് എനിക്ക് തോന്നിയിരുന്നു, പക്ഷെ ഒന്ന് നോക്കെ വേണ്ട, ഇന്ന് വേണ്ട, നാളെ നോക്കാം. ലെറ്റ്സ് സീ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആവാം. റൊമാൻറ്റിക് സിറ്റുവേഷൻസ് ആവാം, ഹസ്ബൻഡ് വൈഫ് ആവാം, വേറെ റിലേഷൻഷിപ്സ് ആവാം, സിംഗിൾ ആൻഡ് എന്തോ ആവാം. ഓക്കെ, നോക്കാം നമുക്ക്. നിങ്ങൾ ആലോചിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളെ let's see. Okay, great. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്ന് ലൈക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ കുറച്ചായിട്ട് ടാരോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ്സ് കണ്ടപ്പോൾ തന്നെ അറിയും, പിക്ചർ കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഇത് നിങ്ങൾക്കൊരു സ്നേഹത്തിൻ്റെ ഫീലിങ്സിൻ്റെ ഓഫർ തരുന്ന പോലെയാണ്, നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന പോലെയാണ്, നിങ്ങളോട് മെസ്സേജ് ഇട്ടിട്ട് ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയാണ് എന്നൊക്കെ പറയാം. ആൻഡ് നിങ്ങളെ മിസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോൺടാക്ട് ഇല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു, സംസാരിച്ചിട്ടില്ലെങ്കിൽ മിസ് ചെയ്യുന്നു, ഈവൻ അതർവൈസ് അല്ലെങ്കിലും എനിക്ക് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന എനർജിയാണ് ഇവിടെ. ആൻഡ് പേജ് ഓഫ് സോഡ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഓക്കെ ചിലവർക്ക് ഇത് സ്റ്റോക്കിംഗ് എനർജി പറയും നമ്മൾ. ഓക്കെ, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഇല്ലെങ്കിൽ, ഈവൻ ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവർ കൂടുതൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണോ, അതായത് നിങ്ങൾ സംസാരിക്കാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ, നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ എന്നൊക്കെ അവർ അറിയാൻ ശ്രമിക്കുന്നതായിരിക്കാം. പേജ് ഓഫ് സോൾസ് പറയുമ്പോൾ നമ്മൾ സ്റ്റോക്കിംഗ് എനർജിയാണ്. ലാസ്റ്റ് സീൻ നോക്കലും ഫേസ്ബുക്ക് എടുത്ത് നോക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റ് ഇടുന്നുണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾ ഓൺലൈൻ കാണുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നില്ല എന്ന് ഒരു ഡൗട്ടും വേണ്ട, അവിടെ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് 2 ഓഫ് കപ്സ് ആണ്. സോ സോൾമേറ്റ് എനർജി ഉണ്ട്. നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. ആക്ച്വലി ശരിക്കും ഒരു നല്ല എനർജിയാണ് ഇവിടെ. ഇവിടെ ചെറിയ സ്ട്രെസ് കാണുന്നുണ്ട്. ഓക്കെ, ബേർഡൻസ് കാണുന്നുണ്ട്. 2 തരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, എന്തെങ്കിലും സംസാരത്തിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഹാർഷായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലും പറഞ്ഞു കാണാം. ഓക്കെ, അതുകൊണ്ടുള്ള ഒരു വിഷമമായിരിക്കാം. ഓക്കെ, ചിലവർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് നടക്കുന്നുണ്ടാവും, അതിൻ്റെ ബേർഡൻ ആയിരിക്കാം. അങ്ങനെ 1-2 സിനാരിയോ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ഫ്യൂച്ചർ, അവർ മാരേജ് എന്ന രീതിക്കാണ് ആലോചിക്കുന്നത്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കാണ് ആലോചിക്കുന്നത്. അഗെയിൻ ഹയർഫെൻ്റ് ഉണ്ട് ഇവിടെ. സോ മാരേജ് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് ഈ പൈലുകാർക്ക്. ഫസ്റ്റ് പൈലുകാർക്ക് നിങ്ങൾക്കൊരു മാരേജ് സിറ്റുവേഷൻ, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ വേറെ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളോടും കൂടി ആ ഒരു കമ്മിറ്റഡ് ഫീലിംഗ് ഉണ്ട്, അവരുടെ മനസ്സിൽ സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് വേണം, നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു ലൈഫ് വേണം, ഓഫർ തരണം എന്ന രീതിക്കാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് വളരെ ഏറ്റവും ഹയസ്റ്റ് ആണ്. സോ നിങ്ങൾക്കൊരു ഓഫർ തരുന്നതായിട്ടാണ്. ആൻഡ് ഇവിടെ മെസ്സേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെസ്സേജ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിരിക്കാം. ഓക്കെ, ചിലവർക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, മേ ബി അവർ കാണിക്കുന്നതൊക്കെ, അവർ പുറമേ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ വളരെ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നതൊക്കെ ഒരു ഇങ്ങനെ റൂഡായിട്ട് പെരുമാറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഷായിട്ട് പറഞ്ഞു എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ എനിക്കത് ഫീലിംഗ് ഒട്ടും വരുന്നില്ല. എനിക്ക് അത് ജസ്റ്റ് പുറത്ത് കാണിക്കുന്നത് മാത്രമായിരിക്കാം. ഓക്കെ, ഇവിടെ വളരെയധികം അവർ സ്ട്രോങ് ആയിട്ട് ശരിക്കും അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഒരു കമ്മിറ്റഡ് ആയിട്ട് വേണം എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് കപ്സും ഉണ്ട് ഇവിടെ. ഓക്കെ,
സോ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി മാരീഡ് വല്ലവരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ബേർഡൻസോ കാര്യങ്ങളോ ആയിരിക്കാം ചിലവർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരങ്ങളോ കാര്യങ്ങളോ വന്ന് അതിൻ്റെ ഒരു ബേർഡൻ ആയിരിക്കാം. പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ഇത് ഒരു നമ്മൾ സോറി പറഞ്ഞു വരിക എന്ന് പറയും. ഞാൻ എപ്പോഴും ഈ കാർഡിനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളോടൊരു സോറി പറഞ്ഞു വരിക, ഓക്കെ, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവരാം, നിങ്ങളെ കാണാൻ വരിക, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ വരിക, അല്ലെങ്കിൽ ഒരു ഓഫറുമായിട്ട് വരിക എന്ന രീതിക്കാണ് പറയുക. ആൻഡ് അത് ഓഫർ വളരെ സ്ട്രോങ് ഓഫർ തന്നെയാണ്, കമ്മിറ്റ്മെൻറ്റ് ഓഫറാണ്. ആൻഡ് ഇവിടെ ഫീലിങ്സ് ഇവിടെ ഉണ്ട്, ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഇവിടെ ഫീലിങ്സ് ഉണ്ട്. നിങ്ങളുമായിട്ട് പുറമേ അവരെന്ത് കാണിച്ചാലും അവരുള്ളിൽ ശരിക്കും ആ ഫീലിങ്സ് കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, വളരെ നല്ല ഒരു എനർജിയാണ് ഇന്നത്തെ ഫസ്റ്റ് പൈൽകാർക്ക്. നിങ്ങൾ തമ്മിൽ ഇനി വല്ല സെപ്പറേഷനോ കോണ്ടാക്റ്റോ ഉണ്ടെങ്കിലും മൈൻഡ് ചെയ്യണ്ട, അത് ജസ്റ്റ് ആ ഒരു തൽക്കാലത്തെ ഒരു സെപ്പറേഷൻ മാത്രമായിരിക്കാം. ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തമ്മിൽ ഈവൻ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിലും അവരതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അവരുടെ മനസ്സിൽ അവരങ്ങനെയാണ് കാണുന്നത് എന്തായാലും. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, സീക്രട്സ്, റീയൂണിയൻ, ഹോപ്പ്. ഓക്കെ, യെസ്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എനർജി. ഓക്കെ, അവരുടെ ലൈഫിൽ, ഞാൻ ബേർഡൻ്റെ കാര്യം ഞാൻ അതാണ് പറഞ്ഞത്, അവർ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഓക്കെ, അതിലവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അവരുടെ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ അവർക്കില്ല. അവരുടെ തന്നെ ഒരു ലൈഫിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുകയായിരിക്കാം. ഏസ് ഓഫ് പെന്റിക്കിൾസ് നമ്മൾ കരിയറിൽ അവർ ഗ്രോത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരൊരു മണി എക്സ്പെക്ടേഷൻ ആക്ച്വലി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം, മണി എക്സ്പെക്ട് ചെയ്ത് നിന്നിട്ടുണ്ടാവാം, അത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഒരു ടെൻഷനോ സ്ട്രെസ്സോ ആയിരിക്കാം. തിങ്സ് ഡിഡ്ന്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. അവർ എന്തോ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്, അവരെന്തോ കാര്യങ്ങൾ ശരിയാവാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഐ തിങ്ക് അവർ ആഗ്രഹിച്ച പോലെ നടന്നിട്ടില്ല. ഞാൻ സീക്രട്സ് കാണുന്നുണ്ട്. ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ് യെറ്റ്, ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. അപ്പോൾ ഇത് നല്ലൊരു ഇതായിട്ടാണ്, അല്ലാണ്ട് എന്താ പറയുക, മോശം സീക്രട്ട് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്. അവരുടെ ഫീലിങ്സ് അവർ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല നിങ്ങളോട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് റീയൂണിയൻ, വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് തിരിച്ചു വരും. പക്ഷേ ഐ തിങ്ക് അവർ മേ ബി ഫൈനാൻഷ്യൽ കാര്യങ്ങളൊന്ന് ബെറ്റർ ആവാം, എന്നിട്ട് വേണം നിങ്ങളൊന്ന് ഓഫർ തരാൻ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ആൻഡ് ഹോപ്പ് ഉണ്ട്, ഐ ഹാവൻ ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ അവർ നിങ്ങളെ ഹോപ്പ് കൈവിട്ടിട്ടില്ല, നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് വരും എന്നാണ് അവർ എക്സ്പെക്ടേഷൻ. ആൻഡ് സബ് ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈം. അവർക്കറിയാം നിങ്ങൾ തമ്മിൽ, അതാ ഞാൻ പറഞ്ഞ വാക്ക് തർക്കത്തിൻ്റെ കാര്യം, എന്തെങ്കിലും ഹാർഷായിട്ട് ചിലപ്പോൾ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവാം. അവർ സ്വയം അത് അവർക്കറിയാം, ദാറ്റ് ശരിക്കും ഒരു ഫീലിങ്സ് കിങ് ഓഫ് കപ്സ് എനർജി ആണ്. ഓക്കെ, പക്ഷേ അവർ നിങ്ങളുടെ അടുത്തൊരു കിങ് ഓഫ് സോർഡ്സ് എനർജിയിൽ നിന്ന് നിങ്ങളെ ഒരു എന്തെങ്കിലും ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ചിലപ്പോൾ ഒരു തട്ടിക്കേരി എന്തെങ്കിലും ആൻസർ പറയാം. ഓക്കെ, അതൊരു തരം ഡിഫെൻസീവ് ആവലായിട്ട് എടുക്കാം ഇവിടെ നമുക്ക്. അവർ അങ്ങനെ പറഞ്ഞത് പക്ഷെ മേ ബി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് ഞാൻ തന്നെ കേടുവരുത്തിയിട്ടുണ്ട്, എൻ്റെ ലൈഫിലെ നല്ല കാര്യങ്ങളെ ഞാൻ തന്നെ കേടുവരുത്തി എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവർ റീയൂണിയൻ അവരെന്തോ ആ സ്ട്രെസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അവർ അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, അവർ എന്തോ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു, അത് വിചാരിച്ച പോലെ നടന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അവർ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രെസ്സിൽ, ആ ഒരു ടെൻഷനിൽ ചിലപ്പോൾ റിയാക്ട് ചെയ്തതായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെ അവരെ വായിന്ന് വന്ന ചില വാക്കുകൊണ്ടായിരിക്കാം. ഓക്കെ, അത് അവർക്കറിയാം, പക്ഷെ അവർ തിരിച്ച് വന്ന് നിങ്ങളുമായിട്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു നല്ല ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്, കമ്മിറ്റഡ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോകാനേ. ഇന്നത്തെ എനർജി നല്ലതാണ്. ഓക്കെ, ഹോപ്പ്ഫുള്ളി സെക്കൻഡ് പൈൽ നമുക്ക് നോക്കാം. പിരമിഡ് ചൂസ് ചെയ്തവർക്ക് നന്നായിട്ട് ഷഫിൾ ചെയ്യാണ്. സോറി, ഓക്കെ, കുറച്ച് സമയം എടുക്കും. എനിക്ക് ഒരേ കാർഡ്സ് റിപ്പീറ്റ് ആയിട്ട് മാക്സിമം വരാതിരിക്കാം. സെക്കൻഡ് പൈലുകാർക്ക് ഫീലിങ്സ് എന്താ നോക്കാം. ഫുൾ കാർഡ്, മൂൺ, പേജ് ഓഫ് കപ്സ്, 7 of Pentacles, okay, 9 of Wands, Hangman, Hang Teddy എന്ന് പറയുന്നത്. ഓക്കെ, 6 of Wands, 5 of Wands, Wheel of Fortune, 4 of Swords. ഓക്കെ, ഇവിടെ സെക്കൻഡ് പൈലുകാർക്ക് ഇവിടെ ഒരു ഫുൾ കാർഡാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു റീസ്റ്റാർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാം. നിങ്ങൾ തമ്മിൽ ഒരു റിസ്ക് എടുത്തിട്ടായാലും മുന്നോട്ട് ഒരു ലൈഫ് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം എന്ന രീതിക്ക് പറയാം.
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മൂൺ കാർഡ് ഉണ്ട്. സോ ഇമോഷണലായിട്ട് ചിലപ്പോൾ ഇമോഷണൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അപ്സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിവിടെ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ച വെച്ചിട്ടുണ്ട് ഇപ്പോൾ. മേ ബി കോണ്ടാക്ട്, മേ ബി നോ കോണ്ടാക്ട് ആയിരിക്കാം. സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അത് അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അവർ പലതും മനസ്സിൽ പറയാതെ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ചിലവർക്ക് ഫൈനാൻഷ്യൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, ഫൈനാൻഷ്യൽ ഗ്രോത്ത് കാണുന്നില്ല എന്ന രീതിക്ക് നമുക്ക് പറയാം. എത്ര എഫേർട്ട് ഇട്ടാലും ചിലതിൻ്റെ റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ, ഓക്കെ, ഒരു വെയിറ്റിംഗ് എനർജി എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പും ഇപ്പോൾ ഐ തിങ്ക് സ്റ്റക്കാണ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഗ്രോത്ത് ഇല്ല. ഓക്കെ, ഒന്നും മുന്നോട്ടൊന്നും കാണുന്നില്ല എന്ന രീതിക്കാണ്. നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടാവാം മനസ്സിൽ, നിങ്ങളുടെ പേഴ്സണിനും ഡൗട്ട് ഉണ്ട് എന്നിട്ട് ഇത് ഒരു സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളിത് സിറ്റുവേഷൻ മുന്നോട്ട് പോവോ അതോ പ്രശ്നങ്ങളായിരിക്കോ എന്ന രീതിയിൽ ഒരു ചിന്തയായിട്ടാണ് കാണുന്നത്. ഈ രണ്ട് കാർഡ് പോസിറ്റീവാണ് ഇവിടെ, ഫുൾ കാർഡും 6 of Wands. 6 of Wands നമ്മൾ സക്സസ് എന്ന രീതി പറയും. ഓക്കെ, ഈ റിലേഷൻഷിപ്പിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു സക്സസ് ആണ് എന്ന് പറയാം. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ തമ്മിലൊരു മുന്നോട്ടൊരു നല്ല ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഒരു സെലിബ്രേഷൻ ഫംഗ്ഷൻ, ഈവൻ ഒരു മാരേജ് എന്ന രീതിക്കൊക്കെയാണ് പറയുക. യാത്ര പോവുക. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഒരു മുന്നോട്ടൊരു മൂവ്മെന്റ് എന്ന രീതിക്ക് നമുക്ക് പറയാം. സക്സസ് എന്നാണ് കൂടുതലും തന്നെ സക്സസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ സക്സസ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ സ്റ്റക്കാണ്. നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ മേ ബി അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു അകൽച്ചയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന്. അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവില്ല. മോസ്റ്റ്ലി ഇത് നോ കോണ്ടാക്ട്കാരായിരിക്കാം. അല്ലെങ്കിൽ തന്നെ സംസാരിച്ചാൽ തന്നെ അവർ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ തമ്മിൽ എന്ത് സംസാരിക്കുമ്പോഴും ഒരു ഫൈറ്റിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് പറഞ്ഞാലും നമ്മൾ ഓരോ അടക്കിലേക്ക് പോവാം, ആ രീതിക്ക് ആയിരിക്കാം. ഓക്കെ, കുറച്ച് ക്ലാരിഫിക്കേഷൻ എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ, നിങ്ങളോട് ആ ഒരു സ്നേഹത്തിൻ്റെ ഫീലിങ്സ് ഉണ്ടോ, എന്താണ് നോക്കാം. ഇപ്പോൾ അതിവിടെ എല്ലാം എനിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ചെറുതായിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഫീലിങ്സ് കാണുന്നുണ്ട്, പക്ഷേ നോക്കട്ടെ, ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. Ace of Wands, 4 of Cups. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ വേറെ മാരേജ് നടക്കുന്നതായിരിക്കാം. ഓക്കെ, എല്ലാവർക്കും അല്ല, എല്ലാവർക്കും ഇത് മാച്ച് ആവണമെന്നില്ല. ഓക്കെ, തേർഡ് പാർട്ടി കാണുന്നുണ്ട് എനിക്ക്. തേർഡ് പാർട്ടി എനർജിയാണ്, നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങളുമായിട്ട് ശരിക്കും ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ് ആണ്. സോ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ എന്ന് ഞാൻ പറയുന്നത്, അങ്ങനെ പറയാൻ പറ്റില്ല അതിനിവിടെ. നിങ്ങൾ എത്ര അങ്ങോട്ട് അവരോട് അപ്രോച്ച് ചെയ്യാൻ നോക്കിയിട്ടും അവർ നിങ്ങളുടെ അടുത്ത് ആ ഒരു പഴയ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നില്ല. ഓക്കെ, അത് തേർഡ് പാർട്ടി കാരണമാണ്. ഓക്കെ, തേർഡ് പാർട്ടി ആണ്. എൻ്റെ ഇവിടെ ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്, ടെൻഷൻ കാണുന്നുണ്ട്, സ്ട്രെസ് കാണുന്നുണ്ട്. സോ എവിടെയോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ മേ ബി ചിലപ്പോൾ അവരുടെ വേറെ മാരേജ് നടക്കുന്ന കാര്യമായിരിക്കാം. എനിക്ക് ഫുൾ കാർഡ് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അവർ ഒരു പുതിയ ലൈഫിലേക്ക് അവർ പോവുമായിരിക്കും. എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ മാരേജ് കഴിഞ്ഞതായിരിക്കാം. റീസെൻ്റ്ലി ഓൾറെഡി മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവാം ചിലവരുടെ, അല്ലെങ്കിൽ ചിലവർക്ക് മാരേജ് വരാൻ പോകുന്നു എന്നായിരിക്കാം. അവർ വേറെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ഫീലിങ്സ് ഇപ്പോൾ അവർ വളരെ ഇമോഷണലാണ്. ഇപ്പോൾ അവർ ഓർത്തിട്ട് സ്ട്രെസ് ഉണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർത്ത് ലേശം സ്ട്രെസ്സൊക്കെ ഉണ്ട്. അവർക്കും ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, വിഷമമുണ്ട്. ഇത് തേർഡ് പാർട്ടിയുടെ കാർഡെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ എവിടെയോ ഇവിടെ നിങ്ങൾക്കൊരു വിഷമത്തിൻ്റെ ഒരു ഫീലിംഗ്, മേ ബി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ചിലപ്പോൾ മാരേജ് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും, അല്ലെങ്കിൽ മാരേജ് ആവാൻ പോകുന്നുണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഓക്കെ, ഫീലിങ്സ് വൈസ് സോറി, ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് അവർ വേറെ മാരേജിലേക്ക് പോകുന്നതായിട്ട് തന്നെയാണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ അഗെയിൻ ഹാർട്ട് ബ്രേക്കാണ് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, പക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. അത് എന്ത് റീസണോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല, അവർ സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് അവർ വേറൊരു മാരേജ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ്. ഹാർട്ട് ബ്രേക്കാണ് കാണുന്നത് ഇവിടെ. സോ മുന്നോട്ട് അവർക്ക് വേറെ മാരേജ് വരുന്നതായിട്ടോ അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ സിറ്റുവേഷൻ കിട്ടുന്നത് എനിക്ക്. ഫീലിങ്സ് വൈസ് യെസ് ഉണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാതെയല്ല. ഓക്കെ, പക്ഷെ അതിന് വേണ്ടി അവരൊരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു സിറ്റുവേഷൻ ഇവിടെ എനിക്ക് സെക്കൻഡ് പൈൽ ഐ തിങ്ക് മേ ബി നിങ്ങളെ പേഴ്സൺ ഓൾറെഡി മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവും.
അല്ലെങ്കിൽ മാരേജ് ആവാൻ നിൽക്കുന്നു എന്ന് പറയാം. ഓക്കെ, അവരേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിന്റെ എഫക്റ്റ് ആണ്. ഫീലിങ്സ് ഉണ്ടായിരുന്നു, ഓക്കെ, ഫീലിങ്സ് ഉണ്ടായിരുന്നു നിങ്ങളോട്. പക്ഷെ അതിന് മുന്നോട്ടൊരു നമുക്കൊരു പോസിറ്റീവ് അല്ല കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഓക്കെ, ജസ്റ്റ് നോക്കട്ടെ നമുക്ക് ഇതിൽ കൂടി. ഓക്കെ, ഹാബിറ്റ്സ്, ഡിസഗ്രിമെന്റ്സ് നമ്മൾ പറഞ്ഞു, കോൺഫ്ലിക്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, റണ്ണർ, ഹോൾഡിംഗ് ബാക്ക്, റിവീൽ, unworthy, destiny, overwhelmed. നിങ്ങളുടെ പേഴ്സൺ സ്ട്രെസ് അടിക്കുന്നുണ്ട്, ഒരുപാട് സ്ട്രെസ് ഉണ്ട് അവർക്കും. ഓക്കെ, അവർക്ക് നല്ല സ്ട്രെസ് ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ അത്രയ്ക്ക് നല്ലതല്ല, പോസിറ്റീവ് അല്ല ഇവിടെ എനിക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ചില സ്വഭാവങ്ങൾ, ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ചില സ്വഭാവങ്ങൾ അവർക്ക് മാറ്റാൻ പറ്റില്ല എന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് പേഴ്സൻ്റെ ചില സ്വഭാവങ്ങൾ അവർ മാറ്റാൻ ഇവിടെ എനിക്ക് മാറുന്നതായിട്ട് കാണുന്നില്ല. ആൻഡ് ഇവിടെ ഡിസഗ്രിമെന്റ്സ്, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ്. ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഡിസഗ്രിമെന്റ് ഉണ്ട്, പക്ഷെ എവിടെയോ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്ന്. റണ്ണറിന് കാണുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ എന്നാണ്, പക്ഷെ ആ പേഴ്സൺ റൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് നിങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവർ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള അറ്റാച്ച്മെന്റ് ഓടിപ്പോയി എന്ന രീതിക്ക് തന്നെ പറയാം. ഐ തിങ്ക് അവർ വേറെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി എന്ന രീതിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹോൾഡിംഗ് ബാക്ക്, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈസെൽഫ് ബെറ്റർ. എനിക്ക് അവർക്ക് ഫീലിങ്സ് ഉണ്ടായിരുന്നു നിങ്ങളോട്. യെസ്, ഫീലിങ്സ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മേ ബി അവർ ക്ലിയർ ആയിട്ട് പറയണേ. പക്ഷേ ഐ തിങ്ക് എവിടെയോ കമ്മിറ്റ്മെന്റ് മേ ബി വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. കമ്മിറ്റ്മെന്റ് പറ്റില്ല എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ അവർ ഓൾറെഡി ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാരേജ് തീരുമാനിച്ചു, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയോ അവർ പക്ഷേ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല, ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്, അകൽച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ്. റിവീൽ, ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. ആൻഡ് ഇത് നോക്കിക്കോളൂ, ചേർച്ചാണ് ആൻഡ് ഇറ്റ്സ് നമ്മളൊരു വെഡിങ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ശരിക്കും എനിക്കിത് കണ്ടപ്പോൾ ആ ഒരു കാർഡ് തന്നെയാണ് എനിക്ക് തോന്നി. അവർ വേറെ മാരേജ് ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ മാരേജ് ഓൾറെഡി ആയിട്ടുണ്ടാവാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് സത്യം പറയണം എന്നാണ്. മേ ബി ഓൾറെഡി ചിലപ്പോൾ മാരേജ് ഫിക്സ് ആയിട്ടുണ്ടാവാം നിങ്ങളുമായിട്ട് അടുത്തപ്പോഴും. ഓക്കെ, അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ചില ട്രൂത്ത് അവർക്ക് പറയണം എന്നുണ്ട് എന്നാണ്. അവർ ഓവർവെൽംഡ് ആണ്, അവർക്ക് നല്ലോണം സ്ട്രെസ് ഉണ്ട്. അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്നുള്ളൊരു സ്ട്രെസ് അവർക്കുണ്ട് എവിടെയോ. പക്ഷേ ഈ ഒരു സംഭവം അവർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഓക്കെ, അവർ വിചാരിക്കുന്ന അവർ നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. ചിലവർക്ക് ഇതൊരു പ്രശ്നമാണ്. നിങ്ങൾ വളരെയധികം നല്ലത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അവനവൻ പോരാ എന്നുള്ള ചിലവർക്കൊരു തോന്നൽ വരും. ഓക്കെ, അപ്പം അതുകൊണ്ട് കൂടി ആയിരിക്കാം അവർ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് അധികം അറ്റാച്ച്ഡ് ആവാതെ മാറി പോയത്. എനിക്ക് റണ്ണറാണ് കാണുന്നത്. സോ എവിടെയോ അവർ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് പലതും മറച്ചിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വളരെ ഇതായിട്ട് തോന്നുന്നത്, നിങ്ങൾ ഈ ഒരു മാരേജിൻ്റെ കാര്യം നിങ്ങൾ അറിയും. എന്നിട്ട് അവർക്ക് മാരേജ് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ അറിയും. ഓക്കെ, അല്ലെങ്കിൽ അവർ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, എന്തോ ആവട്ടെ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ തമ്മിൽ അവർ ഫീലിങ്സ്, യെസ്, ഓക്കെ, സമാധാനം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ആകെ ഒരു സമാധാനമുള്ളത് ഏതായിരുന്നു? ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈസെൽഫ് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഫീലിങ്സ് ഉണ്ടായിരുന്നു നിങ്ങളോട്. ഓക്കെ, അത് മാത്രമേ എനിക്കൊരു പോസിറ്റീവായിട്ട് ഇവിടെ കാണുന്നുള്ളൂ. അവർക്ക് നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയിരുന്ന സമയത്ത് അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് തിരിച്ച് വരണം എന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ഐ തിങ്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അവർ നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വരണം എന്ന രീതിക്ക് ഉണ്ട്. പക്ഷേ ഇതിന് മുന്നോട്ടൊരു ഫ്യൂച്ചർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് കാണുന്നില്ല അങ്ങനെ ഒരു ഫ്യൂച്ചർ. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ തന്നെയാണ് കണ്ടത്. സോ സോറി, എന്തായാലും സെക്കൻഡ് ഫയലുകാർക്ക് ലേശം അറിയില്ല, നിങ്ങളുടെ സിറ്റുവേഷന് ഇത് മാച്ച് ആവുമോ എന്നറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ പോയിട്ട് ഫസ്റ്റ് ഫയൽ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, പോസിറ്റീവായിട്ട് ഇരിക്കുക, എല്ലാം നല്ല ഇനാന്ന് വിചാരിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം.